പെൺകുട്ടികൾക്ക് അത് പറയുമ്പോ അനക്കുള്ള സുഖവും അത് കേൾക്കുമ്പോൾ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ സുഖമല്ലേ? ഈ നോക്കണം എല്ലാ പെൺകുട്ടിക്കും മറയുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല ഇപ്പം സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് അവർ വർക്ക് ചെയ്യണം? 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തത് ഹേമ കമ്മീഷൻ? ഹേമ എന്ന് പറഞ്ഞ വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിൽ വർക്ക് ചെയ്യുന്നത് അറിയോ? എന്തുകൊണ്ടാണ് സർക്കാർ കമ്മീഷൻ ഏർപ്പാടാക്കിയത്? അത് വഴികൂടെ ഉള്ള സ്ത്രീയാണോ? അവർ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണെന്ന് അറിയോ? അറിയില്ല. പിന്നെ ചോദിക്കാൻ പറഞ്ഞേ ഹേമ ഒരു കാര്യം വ്യക്തമായി പഠിക്കാതെ ചോദിക്കാറുണ്ടല്ലേ? നിങ്ങൾ ഒന്നിനും ചെറുപ്പക്കാരല്ലേ? ഇവര് പറയണം, ബാക്കിയുള്ളവർ പറഞ്ഞൊന്നും കേൾക്കണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ കുറെ ആൾക്കാര്? അവര് പഠിച്ചിട്ട് പറയാമോ? IAS അല്ലേ? അറിയോ? അറിയും. IAS ആണായിരുന്നോ? പിന്നെന്തായിരുന്നു? അവര് ഏത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഉദ്യോഗം ഹൈക്കോടതിയിലെ എത്ര പേർക്ക് അറിയാം നിങ്ങൾ? പിന്നെന്തോ മേഖലയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയോ? റിട്ടയർഡ് ജഡ്ജ് കേരള ഹൈക്കോടതിയില് അവർ ഇതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? അവർ വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണക്കാരുടെ ഡെയിലി ജീവിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ പറഞ്ഞോ അങ്ങോട്ടോ? ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിട്ടും കിട്ടുന്നില്ലേ? സിനിമയിലുള്ള അമ്മ സംഘടന ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് കിട്ടാൻ അല്ല ചോദിക്കാൻ ചോദ്യം ഇതാണ്. അപ്പൊ അവര് ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അപ്പൊ അമ്മയിലുള്ള അംഗമാണ് ഷൈൻ ചേട്ടൻ. അപ്പൊ ഷൈൻ ചേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു അന്വേഷണം ഇപ്പൊ ഈ അമ്മ സംഘടനയിലുള്ള അവര് തന്നെ പറയുന്നത് 99% ആളുകളുടെ അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ആരടുത്തും അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു ഇന്നലെ ഉച്ചമുതൽ വായിക്കായിരുന്നു റിപ്പോർട്ട് എല്ലാവർക്കും വരും. നെറ്റ് കിട്ടണ്ട. ആരൊക്കെ വായിച്ചു കഴിഞ്ഞു? വായിച്ചോ? പകുതി വായിച്ചോണ്ടിരിക്കും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണം? എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? ആരൊക്കെ വായിച്ചേ? മോശമായി പറഞ്ഞൊന്നും പുറത്തു വന്നിട്ടില്ല. മൊത്തം മോശമായി പറഞ്ഞൊന്നും പുറത്തു വന്നിട്ടില്ല അറിയാം. അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് ഒരു പേര് പറയാതെ ഇന്ന സംഭവങ്ങൾ മാത്രം ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിയായ സംഭവത്തിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നപ്പോ ഉറപ്പുണ്ടോ? അവരാരുടെയും പേര് പറയാതെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അവരോട് പോയി ചോദിക്കുക ആരൊക്കെ പേര് അവര് മറച്ചു വെച്ചിരിക്കണേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ മക്കളെ അമ്മയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് അമ്മ സംഘടന എന്നാണ് പറയുന്നത്. സോറി ക്ഷമിച്ചിരിക്കും. എവിടെ നിന്ന് വരുന്നത്? ഹേമ കമ്മീഷൻ ചോദിച്ചിട്ടില്ല. പറയാൻ പറ്റേ? ചോദ്യം അമ്മ മെമ്പർ അല്ലേ? മലയാളത്തിലെ കൂടുതൽ അറിയാൻ വഴിയില്ല വ്യക്തമായിട്ടും. Normal question, then this question. It is very normal. I can't talk like you, Cheta. ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അമ്മ സംഘടനയിലുള്ള അപ്പം ആരുടെ പ്രത്യേകിച്ച് ആരുടെ പേര് പറയാത്തത് കൊണ്ട്
ആർക്ക് വേണമെങ്കിലും വിചാരിക്കാലോ ഇതിപ്പോ ആരെ പറ്റിയാണെങ്കിൽ തന്നെ പറ്റി ഇതിപ്പോ ആണുങ്ങളെ പറ്റിയിട്ട് തന്നെയാവുന്നുണ്ടോ? ഒരു ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ സ്ത്രീ ഡയറക്ടേഴ്സും ഇല്ലേ, സ്ത്രീ ആക്ടേഴ്സും ഇല്ലേ, അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നുന്ന കാര്യങ്ങളാണിത് അല്ലേ? ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണോ? ആണാ? ആണ് പെണ്ണ് തുടങ്ങിയ സമൂഹമല്ലേ, എല്ലാ വ്യക്തികളാണ്. ആണും പെണ്ണ് തുടങ്ങിയതല്ലേ. ഇതിപ്പോ പറയുമ്പോൾ എല്ലാവരും ആണുങ്ങളെ പറ്റി വരുന്നല്ലേ? ഞങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? നിങ്ങളെ വെറുപ്പിക്കുന്നതല്ലോ അല്ലേ? നിങ്ങൾ ആരും ഇതിപ്പം സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിലിടം ഉറപ്പാക്കാൻ വേണ്ടിട്ട് ചോദിക്കുന്നൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് വേണം എന്നുള്ളതുകൊണ്ടല്ലേ. ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങൾ ആരും വായിച്ചിട്ടില്ല. അതെന്താണെന്ന് പോലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. അത് ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ സിനിമയിൽ ഇനി ഭാവിയിലെ തലമുറയ്ക്കോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ലാത്തൊരു റിപ്പോർട്ട് തന്നെയാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ഈ ഹേമ കമ്മീഷന് എത്ര പെൺസുഹൃത്തുക്കളെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺ സുഹൃത്തുക്കളാണ്. എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞ എന്റെ പെൺസുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളതും ആൺ സുഹൃത്തുക്കളാണ് അല്ലേ? നമ്മളിപ്പോ സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായതുകൊണ്ട് അവർക്കത് വേണ്ട, അവർക്കിത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം. മെയിനായിട്ട് നിങ്ങൾക്ക് നല്ല മൂവി തരാൻ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. എന്നോടാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ. ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോ നിങ്ങൾ മിണ്ടാതിരുന്നു. ഇത് നമ്മളെ വേർതിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല. ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ കൊടുക്കപ്പെടണം, എല്ലാവർക്കും തുല്യത. അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആക്ച്വലി മനസ്സിലായ അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യസ്ത പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം, ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കയറുന്ന ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ, കയറുന്ന ബസ്സിലുണ്ട്, പോകുന്ന ബാങ്കിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട് ഇല്ലേ. ഇവർക്കിടയിൽ എല്ലാവർക്കിടയിലുണ്ട്. ബസ്സിന് ജാക്കി വെക്കുന്ന പരിപാടികൾ കേട്ടിട്ടില്ലേ? കുതിര വയ്ക്കുന്നത് കേട്ടിട്ടില്ലേ? ആദ്യം പീഡനങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെയാ അല്ലേ? ബസ് കമ്മീഷൻ നൽകുക. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ളിടത്ത് ഇതെന്താണ് പരിപാടി എന്ന് കറക്റ്റ് ആയിട്ട് അറിയാത്തവർക്കും ഇടയിലുണ്ട്. ഇത്രയും പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാം ആദ്യം. അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത? പക്ഷെ ലൈംഗികത മാത്രമല്ല, ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള കാര്യം? ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ. ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ? അല്ലല്ല, ശരിക്കും അത് ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും ലൈംഗികമായിട്ടല്ലാതെ പിന്നെ ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അതിനകത്തൊരു ഭാഗം തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് കടിഞ്ഞാടിടുന്നുള്ള. അങ്ങനെ പെണ്ണുങ്ങൾ വർക്ക് ചെയ്യാൻ വരണ്ടെന്ന് പറയാറൊന്നുമില്ല. അല്ല, വരാറില്ല. പക്ഷെ അതാണ് മെയിൻ പ്രശ്നം ഇവിടുത്തെ. നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം. ഭാര്യയായിട്ട് ആണിനൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു പെണ്ണിനോട് വരണ്ടെന്ന് പറയോ? പറയൂടാ. അതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടില്ലേ? ഇതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുണ്ട് ഞങ്ങളുടെ സിനിമയില്. ഇവിടെ തന്നെ ഉണ്ട് 2 ആണും 2 പെണ്ണുങ്ങളും. ഈ ചോദിച്ച ചോദ്യം തിരിഞ്ഞ് അങ്ങോട്ട് ചോദിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട്. ഇല്ല ആര് പറഞ്ഞോ? അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ അത് അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടന്ന പരിപാടിയായിരിക്കും. നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വീടുകളുണ്ടായിരുന്നു രാജ്യത്ത്? നമ്മുടെ കേരള ഒഴിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെ കാര്യങ്ങൾ നടത്താൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ഏത് ഇമാനായിട്ടാണ് ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? കുറെ ഉണ്ട്, അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാറില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ അവരുടെ വീട്ടിലും അവർ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്.
അത് സിനിമകാരൻ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റാ പോസ്റ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അവരുടെ പെൺകുട്ടികൾക്ക് എത്ര മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. ഇല്ലേ ഇല്ലേ? അവിടെ തൊട്ട് ആ കമന്റ് ഇടുന്നതിൽ ഏതെങ്കിലും സിനിമക്കാരുണ്ടാ ഉണ്ടാ? നിങ്ങൾക്കിടയിലുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോവേഴ്സും ആയിട്ടുള്ള ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെയല്ലേ പോസ്റ്റ് ഇടുന്നത്. ഈ നിങ്ങളിടുന്ന ക്യാപ്ഷൻസ് എങ്ങനെയാ? ലൈംഗികമാണോ? സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ? ഈ സ്ത്രീയെ literally you rape a lot of girls by writings. ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക സിനിമയിൽ മാത്രം ഇപ്പോഴത്തെ ചെറിയ പിള്ളേര് നമ്മുടെ വളർന്നു വരുമല്ലോ, കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയട്ടോ. അത് കൊച്ചിനൊക്കെ അറിയില്ലേ? ഇവരൊക്കെ ഇപ്പൊ ഇതിന്റെ ശേഷം ഞാൻ എന്താ പറയാ എനിക്ക് മനസ്സിലാകില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങളുണ്ട് പ്രോപ്പറായിട്ട്. ഇഫ് നമുക്ക് എക്സാക്ട് എവിഡൻസസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്ര സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ ഗേൾ ഓർ എ ഗായ്, ഇറ്റ്സ് അബൌട്ട് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ റൈറ്റ്സ്. And especially for women, we definitely need a safe environment, 100%. And what Shine Chetta said is right. It is not only about this industry. Ella industry, a girl should be able to at least be safe and say worst come worst case. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. മേ ബി വി നെസസറി ഇല്ലല്ലോ നമുക്ക് നല്ല ആളും. We only meet good people, we can meet bad people. So at least നമുക്ക് ഒരു നമ്മുടെ സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു സ്പേസ് വേണം. We should be able to tell people that yes, this is something that is going wrong, and അതിൻ്റെ ശേഷം there should be some action if somebody is guilty. You know, എനിക്ക് പ്രോപ്പർ മലയാളത്തിൽ പറയാൻ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷേ it is not about a girl. Even if I feel a guy, something is happening to a guy also, something wrong is happening, he should have the right to say that this is wrong. നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം. And especially for a girl, we definitely need a space അങ്ങനെ. So അത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് ഐ എം ദ മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിനി. സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു അറിയില്ല, അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ് റോങ്. അത് നല്ലതല്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ബട്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇഫ് ദർ ഇസ് എനിത്തിങ് റോങ് ഹാപ്പനിങ്, നോട്ട് ഓൺലി ഇൻ ആ ഇൻഡസ്ട്രി, any industry, നമുക്കൊരു സ്പേസ് വേണം ടു സേ ഇഫ് ഇറ്റ്സ് റോങ്. വി ഷുഡ് ബി ഏബിൾ ടു കംപ്ലെയിൻ ആൻഡ് ഗെറ്റ് ജസ്റ്റിസ്. അത്രേ ഉള്ളൂ. ഈ സാറ്റലൈറ്റ് മീഡിയ മനഃപൂർവ്വം മലയാള സിനിമയെ നശിപ്പിക്കാൻ നോക്കണം. സാറ്റലൈറ്റ് മീഡിയ ഏത് കാലത്ത് സാറ്റലൈറ്റ് മീഡിയ ഏത് വർഷം സാറ്റലൈറ്റ് ആദ്യം വരുന്നതെന്ന് അറിയോ? ഏത് വർഷം വരുന്നതെന്ന് അറിയോ സാറ്റലൈറ്റ് ചാനൽ? അറിയില്ല. 92 രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം 91 രാജീവ് ഗാന്ധി മരിക്കണം അല്ലേ? അറിയോ? രാജീവ് ഗാന്ധി ആരാണെന്ന് അറിയോ? പ്രധാനമന്ത്രി പോകുമ്പോൾ 91 അല്ലേ? അതിനുശേഷം 92, 93 ആയിട്ടാണ് ഏഷ്യാനെറ്റ് ആദ്യം വരണം. അതിനുള്ള ദൂരദർശനം ഉണ്ടായിരുന്നു. മനസ്സിലായ? ദിവസത്തിൽ അരമണിക്കൂർ മലയാള വാർത്ത കാണിക്കും. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റ് വന്നപ്പോൾ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താ പറയുമോ? മലയാള സിനിമ വരണം, ഒരു ദിവസം 2 നേരം കാണിക്കും. പിന്നെ മലയാള പാട്ട്, സിനിമ പാട്ട്. ഏഷ്യാനെറ്റ്. ഞാൻ 83 ജനിച്ചു. അതാ ഞാൻ പറഞ്ഞത്. ഈ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ 92 അത് ഏഷ്യാനെറ്റ് മുതലുള്ള മീഡിയ തന്നെ പറഞ്ഞത്. ഇതൊക്കെ കണ്ടന്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നത് ആദ്യം തുടങ്ങിയപ്പോഴാണ് മലയാള സിനിമയിലെ പാട്ടും മലയാള സിനിമയും. മലയാള സിനിമ തുടങ്ങുന്നത് അറിയോ? ഏത് വർഷമാണ് ആദ്യം? 54. എന്നിട്ട് ബാലൻ സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണോ? അപ്പൊ സാറ്റലൈറ്റ് ചാനലാണോ ആദ്യം ഉണ്ടായത്? മലയാള സിനിമയാണോ ആദ്യം ഉണ്ടായത്? സിനിമയാണോ ആദ്യം ഉണ്ടായത്? അന്ന് TV പോലും ഇല്ല നമ്മുടെ പഞ്ചായത്തിൽ വരണം. മലയാള സിനിമയെ
മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അത്. കാരണം ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇരിക്കും മുമ്പ് വെട്ടണ്ട, അതില് കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ഇവരെന്ത് ചെയ്യാൻ? അതാണ് നടക്കുന്നത്. നമുക്ക് അവരോട് പറഞ്ഞ മനസ്സിലാക്കാനും പൊട്ടാത്തരൊന്നും ചെയ്യില്ല. വെടികളെ മണ്ടന്മാരായ നിങ്ങൾ ചാനൽ മലയാളത്തിന് തകർക്കാൻ പോകുന്ന എനിക്ക് സംശയത്തില്ല. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്നിട്ട് ഇവര് എന്ത് വെച്ചിട്ട് ചെയ്യും? ബാക്കി ഈ 24 മണിക്കൂർ എല്ലാ ചാനലും വാർത്ത കാണിക്കും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. 4 മണിക്കൂർ കാണിച്ചിരുന്ന വാർത്ത 24 മണിക്കൂർ എന്നിട്ട് എല്ലാ ചാനലും കാണിക്കും. എത്ര കാലം ആൾക്കാർ അങ്ങനെ പറഞ്ഞ് കുറ്റം പറയും. നമുക്ക് താഴെ പിള്ളേരൊന്നും കേട്ടിരിക്കില്ലാട്ടോ. നമ്മളതൊരു പഠിച്ചായതുകൊണ്ട് മാത്രം അത് നോക്കി കേട്ടിരിക്കണം. ചേട്ടാ, ഈ കുറ്റിച്ചേട്ടന്റെ ബാക്കിലും അതേപോലെ മരത്തിന്റെ ബാക്കിലൊക്കെ ഡ്രസ്സ് മാറുന്നത് ശരിയാണോ? ശരിയായിരിക്കും. അത്രയ്ക്ക് അതും പതിച്ചോ മലയാള സിനിമ? അത്രയ്ക്ക് അത് പതിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഭാഗത്തൊക്കെ സിനിമയല്ല മൊത്തം. അങ്ങനെയാണല്ലോ അതിൽ എഴുതിയിട്ടുള്ളത്. ഇത് നോക്കണക്കാരനാണ് മറിഞ്ഞു ഡ്രസ് മാറുന്നത്. അല്ലെങ്കിൽ നോക്കണായ ഡ്രസ് മാറാം. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ ഇതിന്റെ അടിക്ക്? അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? മറിഞ്ഞ ഡ്രസ് മാറണ്ടേ? എടോ, കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നനായി നിന്നുകൊണ്ടാ കുളിക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ റേഷൻ ചെയ്യും. അത് ഒളിഞ്ഞു നോക്കണമല്ല പ്രശ്നം, അയാൾ അയച്ചിട്ട് കുളിക്കണമെന്നാണ് പ്രശ്നം. എങ്ങനെ ഇടാൻ പറ്റില്ല? എന്ത് അങ്ങനത്തെ ക്യാഷ് ഒന്നും ഇടാൻ പറ്റില്ല പറയാം. അതുകൊണ്ടാണ് ഇടാത്തല്ല. ഏത് അത്യാവശ്യം കിട്ടാനും അങ്ങനെയാണോ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്? ആ റിപ്പോർട്ടിൽ അങ്ങനെയായിരിക്കും. അവരുടെ ഭാഗത്തൊക്കെ ചെയ്യും. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ളത്. ഇവിടെ ആർക്കും ഡ്രസ് മാറുന്ന സ്ഥലം കൊടുക്കാതെ ഒന്നുമില്ല. ഡ്രസ് മാറുന്ന സ്ഥലം കൊടുക്കാത്തുണ്ടെങ്കിൽ അവിടെ കയറാൻ പോകാത്ത സ്ഥലമായിരിക്കും. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാ. ഏടാദ്യം എഴുതി പിടിപ്പിച്ചത് ഇവിടെ കയറാൻ തന്നെയാണ് തന്നെ ആൾക്കാർ റോഡിൽ നിന്ന് ഡ്രസ് മാറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സാരിയുടെ മറയിൽ നിന്നിട്ട് പെൺകുട്ടികളുടെ ഡ്രസ് മാറിയിട്ടുള്ളത്. ഞാനൊക്കെ ഇപ്പോഴും ഡ്രസ് മാറാം. റോഡിൽ നിന്നിട്ട് ഒരു മുണ്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡ്രസ് മാറാൻ പറ്റുമോ? പറ്റും. ഇവിടെ റോഡിൽ നിന്നിട്ട് മുതലിഞ്ഞൊരു നീളം ആണുങ്ങളൊക്കെ മുണ്ടൂക്കിയിരിക്കും ഇല്ലേ? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലാന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല. ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ് മാറേണ്ടി വരും. അപ്പോൾ മറ പിടിച്ച് മാറുന്നത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലൊക്കെ എത്തി നോക്കി ക്യാമറ എടുക്കണോണ്ടായിരുന്നു. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അന്ന് സൂം ചെയ്ത് വെച്ച് എടുക്കില്ലൊക്കെ. ഒരു പെൺകുട്ടി, പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. ആ പുള്ളിക്കാരത്തെ ഇട്ടൊരു വസ്ത്രം ധരിച്ചു. അത്യാവശ്യം എല്ലാം മറക്കേണ്ട വാളൊക്കെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് വസ്ത്രധാരണ മണ്ണക്കുന്നു. അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം, എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന്. അതാ ഞാൻ പറഞ്ഞേ. Someone who is bathing inside the bathroom and they are saying, "Oh, he is naked." Who is exactly doing wrong? The bathroom guy? എന്നിട്ട് അവൻ ചോദിക്കാ ഒളിഞ്ഞു മറഞ്ഞു ഡ്രസ് മാറണം. അപ്പൊ അതില് എഴുതിയ കാര്യങ്ങളല്ല. അപ്പൊ നമ്മളത് വായിച്ച് എന്തോന്ന് ആഡ് ചെയ്ത് അല്ലാതെ നമ്മൾ വിലയിരുത്തുന്നതാണ്. നമുക്ക് വിലയിരുത്തുന്നതല്ല. ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി ആമീഷന്റെ റിപ്പോർട്ട് വായിക്കേണ്ടി വരുന്നില്ല. അത് വീട്ടിൽ അടിച്ച് കുളി പഠിച്ച് കറക്റ്റായിട്ട് ജോലി കണ്ടുപിടിച്ച് വാർത്തകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. അതാ പറഞ്ഞു 24 മണിക്കൂർ വാർത്ത കളിക്കാൻ തന്നെ കണ്ടോണ്ടിരിക്കണം. സിനിമ കണ്ടോ? അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകൾ മനസ്സിലായ. പിന്നെ സിനിമകൾ കണ്ടോ? സിനിമകളാണ് ഇഷ്ടം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയി നോക്കി പോയിക്കോ. വല്ല ഡ്രസ് മാറണോ അല്ലെങ്കിൽ മുദ്രയ്ക്കണോ നോക്കി. അതല്ല വേണ്ട. ഈ അതൊക്കെ ചോദിച്ചു ഇതൊക്കെ എന്തിനാ ഷൂട്ട് ചെയ്യണമെന്ന് അറിയാമോ? എന്താ പ്രശ്നം? ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാൻ ഇരുന്ന് പറയണതല്ലേ. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏത് മറയില്ലാത്ത ഈ പറഞ്ഞ മരത്തിന്റെ മറയില്ലാത്താണ് ഡ്രസ് മാറുന്നത്. നീ എവിടെ കണ്ടിട്ടുള്ളത് മരത്തിന്റെ തെറ്റ്? പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും മരത്തിന്റെ മറയിൽ ഡ്രസ് മാറിയിട്ടില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ ചോദിക്കുള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? മലയാളം ഡ്രസ് മാറാൻ തരം കൊടുക്കുന്നതാണോ ചോദിച്ചു? ആണോ? അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കുന്നത് ഉണ്ടാവും. ഞാൻ
നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ. അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ സുഖമല്ലേ? നീ നോക്കണം, എല്ലാ പെൺകുട്ടിക്കും മറയുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഡ്രസ് മാറുമ്പോ. എടാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തെങ്ങിന്റെ പറഞ്ഞ ഏത് കമ്മീഷനായി പെൺകുട്ടിയെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അനക്ക് ആൺകുട്ടീന്റെ താല്പര്യം, എനിക്ക് പെൺകുട്ടിയാണ്. എന്താണെങ്കിലും തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്താ എന്റെ അടുത്ത്? അതെന്താ കാര്യം? ഈ അതിനൊരു കാര്യം നടന്നു നമുക്കറിയാം. അതായത് ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എല്ലാ നാട്ടിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം, ഈ ഐശ്വര്യത്തിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റും. അത് ഞാൻ പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കേറിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ സിനിമയിലും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു പഞ്ചായത്തിൽ വരും, പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങൾ വരും. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാ പോരെ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാണെങ്കിൽ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത്, അല്ലേ? ചേട്ടാ, ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മളല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കാം. ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കണം. ഏതാ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് ഉൾപ്പുണ്ട്, നിങ്ങളുടെ മുന്നിൽ കാണിക്കുക. ഇത് കാണിക്കണോണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല, എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ചിരിക്കോ? ഇല്ല, ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതിപ്പോ പോകാൻ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ വെച്ച് പിന്നാലെ നടക്കുന്നത് എനിക്കറിയാം. ഒരാളുടെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയണ വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലപ്പോഴേ പടത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ എനിക്ക് ഞാൻ അറിയണ്ട. ദീപ്തി സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും? ഇന്നലെ നമ്മുടെ സിനിമ ഇറങ്ങി എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടമായി. സി നമ്മുടെ പടം സ്ട്രെസ് ഫ്രീ പടമാണ്. സ്ട്രെസ് ഫ്രീ പടം ചേട്ടാ, അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടി. ഫൺ റൈഡ് ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, നോ ടെൻഷൻ, നോ പ്രോബ്ലം. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ? ഡിഡ് യു വാച്ച്? ഇല്ല, പ്ലീസ് ഗോ വാച്ച് നമ്മുടെ പടം. പുള്ളി 2 വർഷം കണ്ടിട്ടുണ്ട്. എന്റെ ക്യാരക്ടർ 2 വർഷം കണ്ടോ? താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ പടം. താങ്ക് യു. പാട്ടാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നത്, ദീപ്തി പാടിയ പാട്ട്. ആരാ പാടിയത്? പക്ഷേ ഞാൻ ശരിക്കും പാടിയിട്ടില്ല. അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ. ഞാൻ പാട്ട് പാടി പറയണം. കൊച്ചുകുട്ടികളാണോ പോയത്? കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണോ കൊച്ചുകുട്ടികളായിട്ട് പോയത്? ഫാമിലി ഉണ്ടാവും ചേട്ടാ. ഫാമിലി ആയിട്ടാണോ മൊത്തമായിട്ടാണോ പോയത്? എത്ര ടിക്കറ്റ് ഉണ്ടോ അവിടെ വീട്ടില്? 5 ടിക്കറ്റ്. 2 പ്രാവശ്യം ഒന്നും ഒറ്റയ്ക്ക് പോയി. വീട്ടുകാരെ കാണിക്കാനുള്ള പടാണല്ലോ. ഫാമിലി പിള്ളേരൊക്കെ അല്ല, മറ്റു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയായിട്ടുള്ള ഓപ്പൺ ഡിസ്കഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവണം. വിഷ്ണു ചേട്ടൻ നെക്സ്റ്റ് ഫിലിംസ് എന്തൊക്കെയാണ്?
എടാ ഈ പടം ഒന്ന് തിയേറ്ററിൽ പോയി കാണാറില്ല. എന്നിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത പടം കിട്ടാണ്. അടുത്ത പടത്തിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഷാഫി സാറിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് പാർട്ട് അതെന്തായി? ഇല്ല, അതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ. പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല. പുതിയ താരങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവോ? ഞാൻ ഇപ്പൊ അടുത്ത പടത്തിലുണ്ടെന്ന് പറഞ്ഞില്ല ഒരു ഡേറ്റ്. ലൈക്ക് സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വർക്ക് ചെയ്യുന്ന പടത്തിൽ ഷൈൻജാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര് ഷൈൻജാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര് ഉറപ്പായിട്ടും പിന്നെയും പുള്ളീനെ ഇൻക്ലൂഡ് ചെയ്യും സിനിമ. അത്രയും പ്രൊഫഷണലാണ് പുള്ളി. സീരിയസ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ കൈ വേദന എടുക്കുന്നു പറഞ്ഞു ക്യാമറ. അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്താണ്? പ്രേക്ഷകരോട് പടം കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളൂ. നമ്മൾ പടങ്ങൾ ചെയ്യുന്നു, നല്ല പടമാണെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. തിയേറ്ററിലാണ് പടം